ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ അലീനയ്ക്ക് വാക്ക് കൊടുക്കുവാണ്. നീ എൻ്റെ പെങ്ങളുടെ മോളാണെന്നും അതുപോലെ തന്നെ നിൻ്റെ ഏത് ആവശ്യത്തിനും ഞാനുണ്ടാകുന്നു. സംഭവിച്ചു പോയില്ലേ മോളെ, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതിൽ ഒന്നും പിന്നോട്ട് തിരിഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം സംസാരിക്കുക. അപ്പോൾ നീ ഒരിക്കലും നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ അമ്മാവന്മാരെയോ വെറുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞ് അലീന ഇങ്ങനെ ഇങ്ങനെ ഗംഗേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ബാലന് ചിരിയും അല്ലെങ്കിൽ സഹതാപമൊക്കെയാണ് തോന്നുന്നത്. കാരണം അയാളുടെ ഒരു ഗതികേട് ആലോചിച്ചിട്ട്. ഒരിക്കലും നീ വേറൊരു കുട്ടിയായിട്ട് ഞങ്ങൾ കാണില്ല. നിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് ഞങ്ങളെ ധൈര്യമായിട്ട് വിളിക്കാം. പിന്നെ നിനക്ക് ബാലനെ പോലെ ഒരു അച്ഛനെ കിട്ടിയതാണ് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞങ്ങൾക്ക് ആർക്കും സാധിക്കാതെ പോയത് ബാലന് സാധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയോട് ഭയങ്കര സംസാരവും സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലൻ നിന്നിങ്ങനെ ഒരു ചിരിയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഗംഗേട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളും അലീനയോട് പറഞ്ഞ് അലീനയ്ക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അങ്ങേര് നമ്മുടെ ബാലനോട് പറഞ്ഞു, ബാല, ഒരിക്കലും ഈ ഒരു ഫ്ലാഷ് ബാക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ വൈജ തിരിച്ചു വന്നു കഴിഞ്ഞാലും അറിയാൻ പാടില്ല എന്ന്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അവൾ അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ഇങ്ങനെ എന്നിട്ട് ബാലനോട് പറയാം. ബാലൻ ഇതെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞാൽ ഒരിക്കലും പിന്നെ ജീവിച്ചിരിക്കുക പോലും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ബാലേട്ടനുമായിട്ട് ഗംഗേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ബാലൻ്റെ മുന്നിൽ ഒരാങ്ങളയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുക. ബാലേന്ദ്ര, നിൻ്റെ മുന്നിൽ വൈജയന്തി തെറ്റുകാരിയാണ്. ഒരിക്കലും അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ അതും പറഞ്ഞ് അവളെ ശിക്ഷിക്കരുത്. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ തമ്മിൽ പിരിയുന്നതാണ് എന്നൊക്കെ ഗംഗേട്ടൻ ഇങ്ങനെ ബാലനോട് പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അപ്പോൾ പുറത്തിരുന്ന അവന്മാരിങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിപ്പുണ്ട് വണ്ടിയിൽ. അപ്പോൾ അലീന ഇങ്ങനെ വിഷമത്തോടെ നോക്കുമ്പോൾ ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലല്ലോ ഗംഗേട്ട എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ വൈജയെ പിരിഞ്ഞു പോകാനായിരുന്നെങ്കിൽ എനിക്കത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അലീന അവളുടെ മകളാണെന്നറിഞ്ഞ നിമിഷം എനിക്ക് നിങ്ങളുടെ പെങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വലിച്ചെറിയാമായിരുന്നു. ഞാൻ ഇത്രയൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇത്രയൊക്കെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയും പിടിച്ചു നിന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളോട് എനിക്കിനിയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിൻ്റെ മനസ്സിൻ്റെ നന്മ അത് ഞങ്ങൾക്കറിയാൻ പാല. അതറിയാതെ അല്ല ഒരിക്കലും ഞാനിത് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാമെന്ന്. നിങ്ങളുടെ പെങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അവൾ തെറ്റിൽ മുങ്ങി നിന്നപ്പോഴും ഒരു പട്ടിയെപ്പോലെ അവൾ എന്നെ ഈ വീട്ടിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അവൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അവൾക്കറിയാമായിരുന്നല്ലോ അവൾ തെറ്റിൽ മുങ്ങി നിൽക്കുന്നവളാണെന്ന്. ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് അവൾ എൻ്റെ മുന്നിൽ നിന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ എല്ലാം പറയാം. അപ്പം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും നീ കഴിഞ്ഞു പോയതെല്ലാം ചിക്കിച്ചികഞ്ഞെടുത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും അതെൻ്റെ ഒരു അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അലീനയുടെ കാര്യം ഓർത്ത് നീ ഒരിക്കലും വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനോട് ഇങ്ങനെ പറയുന്നു. എൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ച് എനിക്കൊരു വിഷമവും ഇല്ല. ഞാനെന്തിനു വിഷമിക്കണം? അവൾക്ക് താങ്ങും തണലുമായി ഞാനുണ്ട്. ഞാനുള്ളിടത്തോളം എൻ്റെ മോൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ട് വരില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അലീനയോടും അതുപോലെ ബാലനോടും ഒക്കെ സംസാരിച്ച് അലീനയോട് വീട്ടുകാർക്കും നാട്ടുകാർക്കും വരെ വേണ്ടിയിട്ടുള്ള മാപ്പൊക്കെ ചോദിച്ച് നമ്മുടെ ഗംഗേട്ടൻ അവിടെ നിന്ന് പോവുക. ഗംഗേട്ടൻ ചെന്ന് വണ്ടിയിൽ കയറി അമ്മമാരിങ്ങനെ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുന്നു. വണ്ടി എടുത്തുകൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനും അലീനയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അലീന ഇങ്ങനെ ബാലനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ബാലൻ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീനയെ സമാധാനിപ്പിച്ച് മോള് പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് പോയി. ബാലൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേന്നായി. അപ്പം ബാലൻ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ. മനു പറന്നെത്തി അലീനയെ ഒരു നോക്ക് കാണാനായിട്ട്. ഇപ്പം മനു വന്നതൊന്നും അലീന അറിഞ്ഞില്ല. അലീന അകത്തായിരുന്നു. അപ്പോൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. നമ്മുടെ കൊച്ചു വന്ന് വാതിൽ തുറന്നു. കൃഷ്ണമോൾ വന്ന് വാതിൽ വന്നപ്പോൾ മനുവേട്ടൻ. ഇതാരും മനുവേട്ടനോ? കയറി വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് വിളിക്കുക കേട്ടോ. അകത്തേക്ക് വിളിച്ചു. കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിച്ചു. അച്ഛൻ മുകളിലുണ്ട്. അലീന ചേച്ചി അകത്ത് എവിടെയോ ഉണ്ട് എന്ന് കൃഷ്ണ പറയാം. എന്താ മോളെ ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്കും ശരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല മനുവേട്ട. പക്ഷേ അലീന ചേച്ചി ഒരു ഭയങ്കരമായൊരു കാട്ടിലൊരു വീട്ടിലായിരുന്നു ഇവർ പൂട്ടിയിട്ടിരുന്നതെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ചെറിയച്ചന്മാരാണ്
അതിന് മാമന്മാരാണ് കാരണക്കാരെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ മനുവിനോട് ഇങ്ങനെ പറയും. അപ്പോൾ അലീന ചേച്ചിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിശദീകരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് ശരിക്കും സങ്കടവും ടെൻഷനും വിഷമവും ഒക്കെ ആയി. അങ്ങനെ കൃഷ്ണയും അതുപോലെ ദേ നമ്മുടെ മനുവും കൂടെ സംസാരിച്ചതിന് ശേഷം ഞാൻ അലീന ചേച്ചിയെ വിളിക്കാമെന്ന് കൃഷ്ണ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനു ഇങ്ങനെ അവിടെ പോയി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണമോള് വിളിച്ചതനുസരിച്ച് അലീന അങ്ങോട്ടേക്ക് വരുക. അപ്പോൾ മനുവേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ഒരു വിഷമം പോലെ. അതുപോലെ തന്നെ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുവിനും ഒന്നും സംസാരിക്കാനില്ല. മനുവും ഇങ്ങനെ ആകെ ഉത്തരം മുട്ടിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിച്ചു, നിങ്ങളെന്താ കാണാൻ വന്നല്ലേ പരസ്പരം? മനുവേട്ടൻ അലീന ചേച്ചി കാണാൻ വന്നല്ലേ, എന്നിട്ട് പിന്നെ എന്തൊന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അപ്പോഴും അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. മനു ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. മനുവിന് എന്താ പറയണമെന്ന് അറിയില്ല. കാരണം മനുവിൻ്റെ അച്ഛനും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ആ ഒരു ഇതാണ് മനുവിന്. മനു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഒന്നും മിണ്ടാനില്ലാത്തത്. ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പറയാനുള്ളതെല്ലാം ഒരു ഹഗ്ഗിൽ അവസാനിച്ചേനെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീനയോടും മനുവിനോടുമായിട്ട് കൃഷ്ണമോള് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ മനു ഇങ്ങനെ നമ്മുടെ അലീനയെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അലീനയുടെ അടുത്തേക്ക് ചെന്നു. അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീനയുടെ കൈകളിൽ ഇങ്ങനെ കൈ ചേർത്ത് അങ്ങ് പിടിച്ചിട്ട് അലീനയോട് മാപ്പ് പറയാണ്. അലീന മാപ്പ് എന്ന്. മനുവേട്ടൻ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നതൊക്കെ ചോദിക്കുമ്പം, അല്ല നിന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ എൻ്റെ അച്ഛനും ഒരു ആളായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാപ്പൊന്നും ചോദിക്കേണ്ട കാര്യമില്ല മനുവേട്ടാ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതല്ലേ, അത് അവരായിട്ട് തന്നെ തിരുത്തുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനുവും അലീനയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ ചോദിച്ചു, അത് ഞാനിവിടെ നിൽക്കണോ പോകണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനു കൃഷ്ണമ്മയുടെ ചെവിക്ക് പതുക്കെ പിടിച്ചിട്ട് കുറുമ്പീനെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ വിടുന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും മനുവേണ്ണ അലീന ചേച്ചിയും കൂടെ സംസാരിക്കാൻ ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് കൃഷ്ണമോൾ ബാലൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിങ്ങനെ സംഭവിച്ചതിനെ പറ്റിയൊക്കെ സംസാരിക്കുക. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് മനു അലീനയോട് ചോദിക്കുമ്പോഴത്തേക്കും അലീന കാര്യങ്ങളെല്ലാം മനുവിനോട് പറയുവാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും അച്ഛനെ വിളിച്ചതും അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിൽ വന്നതും അലീനയെ വന്ന് തട്ടിക്കൊണ്ട് പോയതും പിന്നെ ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അലീന ഇങ്ങനെ മനുവിനോടെല്ലാം വിശദീകരിച്ച് പറയുകയാണ്. അപ്പോൾ ഇനിയും അതൊന്നും ഓർക്കാൻ പോലും എനിക്ക് പേടിയാണ് മനുവേട്ടാ, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ മനുവിനോട് പറയണം. അപ്പോൾ മനു അലീനയും കൂടി വളരെ ഇതായിട്ട് സംസാരിച്ചു. മനുവിനാണെങ്കിൽ അലീനയോടുള്ള ഒരു ഇഷ്ടം അതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. മനു ആണെങ്കിൽ അലീനയെ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളൊരു സൂചകമായിട്ടാണ് മനുവിൻ്റെ അലീനയോടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ. ഈ സമയത്ത് കൃഷ്ണ മോളിൽ ചെന്ന് ബാലനോട് ഇവിടെ മനു വന്നേക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മനു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവനെപ്പോഴാണ് വന്നതെന്നൊക്കെ അച്ഛനിങ്ങനെ മോളോട് ചോദിക്കുക. ഇപ്പോൾ വന്നതേ ഉള്ളൂ, അവിടെ അലീന ചേച്ചിയായിട്ട് സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനുവിനെ പറ്റി പറഞ്ഞു. അതിന് ശേഷം ബാലൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങണം. അപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ വൈദ്യചേച്ചിയാണ് കാണിക്കുന്നത്. വൈദ്യചേച്ചിക്കാണെങ്കിൽ മരുന്ന് മന്ത്രമൊക്കെ ആയിട്ട് എല്ലാവരും ചുറ്റിനും ഉണ്ട്. വൈദ്യയ്ക്ക് എപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും മൂക്കും ഒക്കെ ഇങ്ങനെ ഇട്ട് വീർപ്പിച്ചു അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ചു കണ്ണുകൊണ്ട്. അവർ മരുന്ന് വയ്ക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോഴും വൈദ്യ ഭയങ്കര കലിപ്പ് ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാദൃശികമായിട്ട് നമ്മുടെ രേവതിക്കുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക്, മാമച്ചൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരിക. അപ്പോൾ അദ്ദേഹം അവിടെ വന്നതിന് ശേഷം കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ നിങ്ങൾ ഗ്രേസ്മ വന്നു, വാതിൽ തുറന്നു. അപ്പോൾ ഇതാരാ വരുന്നത്, എന്താ വരുന്നത്, എന്തിനു വന്നതാ, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ വാതിൽ തുറന്നപ്പോൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. വരും അകത്തേക്ക് കയറി ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും മാമച്ചാൻ ആരാ ഗ്രേസമ്മ ഇതെന്ന് ചോദിച്ചു വന്നപ്പോൾ ആരാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർ ഇരിക്കാനൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ രേവതിക്കുട്ടി ഇവിടെ ഇല്ല, ക്ലാസ്സിൽ പോയിരിക്കുക. അപ്പോൾ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം ചോദിക്കും. ഞാൻ ആദ്യം തിരുവനന്തപുരത്തിന് പോയിട്ടാണ് വരുന്നതെന്നും സ്നേഹനികേതനത്തിലാണ് പോയത് എന്ന കാര്യമൊക്കെ പറഞ്ഞു. സ്നേഹനികേതനത്തിൽ എന്തിനാ ഇവർ പോയേ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് അവർക്ക് വന്നു. അപ്പോൾ ഇവിടെ രേവതി എന്ന് പറയുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ജോലിക്ക് കൊണ്ടുവന്നിട്ടില്ലേ അവിടെ നിന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിപ്പോൾ എന്തിനാ ഇയാൾ അറിയുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ അറിഞ്ഞേ എന്നൊക്കെ എഴുതില്ല. അപ്പം മാമച്ചായൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം, എന്താ എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ
പെട്ടെന്ന് ടെൻഷനായി ചോദിക്കുക കേട്ടോ. കാരണം രേവതിക്കുട്ടിയെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുട്ടിയെ ആരെങ്കിലും അന്വേഷിച്ച് വരണമെങ്കിൽ ഇനി അതിൻ്റേതായ അവകാശികളായിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെയുള്ളൊരു പേടിയുണ്ടല്ലോ. ആ ഒരു പേടിയിൽ ഇവരിങ്ങനെ ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹത്തിനൊരു കഥ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ രേവതിക്കുട്ടി നേരത്തെ പറഞ്ഞു വെച്ചിരുന്നൊരു കഥ തന്നെ ഇടയ്ക്കൊക്കെ അന്വേഷിച്ച ഒരാൾ അമ്മയെ പോലെ ഒരാൾ വരുമായിരുന്നു. അതുപോലെ സ്നേഹനികേതനത്തിൻ്റെ പുറത്തുനിന്ന് നോക്കി വെച്ച് പോകുമായിരുന്നു എന്നൊക്കെ പണ്ട് റീത്താമ്മച്ചി പറഞ്ഞ കഥ ഓർമ്മയുണ്ട്, ബ്രിജിത്താമ്മി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം അദ്ദേഹം ഇവിടെ ഇങ്ങനെ പറയുക. അപ്പോൾ അദ്ദേഹത്തിന് മകളോ മറ്റോ ആണ് ഈ രേവതിക്കുട്ടി അന്ന് നോക്കി നിന്നിട്ട് പോയിരുന്ന ആ ഒരു സ്ത്രീ. അപ്പോൾ അങ്ങനെ രേവതിക്കുട്ടിക്ക് ഒരു അവകാശമുണ്ട് എന്നുള്ളത് ഗ്രേസമ്മയും മാമച്ചായനും അറിയുന്നു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഉത്തരവില്ല. അവർക്ക് ശബ്ദം പോലും ഇല്ലാത്തൊരവസ്ഥ. കാരണം രേവതിക്കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ളൊരു പേടി, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വെപ്രാളം, ഒരു ടെൻഷൻ, അങ്ങനെയൊക്കെ കയറി അവരിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും രേവതിക്കുട്ടി അന്വേഷിച്ച് രേവതിക്കുട്ടിയുടേതായ അവകാശികളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബാലനും നമ്മുടെ കൃഷ്ണമോളും അതുപോലെ അലീനയും മനുവും ഒക്കെ കൂടി അവരുടേതായ സന്തോഷം നിറഞ്ഞൊരു ലോകത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതും അതുപോലെ അവർക്കായിട്ടുള്ള സമയങ്ങൾ അവർ 4 പേരും കൂടെ സ്പെൻഡ് ചെയ്യുന്നതും വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാലും സിറ്റുവേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ശരി, ബൈ ബൈ, ടാറ്റാ.